ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നാച്ചുറൽസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ തവ ഫ്രൈ ആണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഇനി വീഡിയോയിലേക്ക് പോകാം. ഇതിനായി ഞാൻ 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. വലിയ ചെമ്മീനാണ് ഇത്. നന്നായി ക്ലീൻ ചെയ്യാം. ഞാൻ തല അടക്കമാണ് എടുത്തത്. ഇതിൻ്റെ വാലും കാലൊക്കെ കട്ട് ചെയ്ത് കളയാം. തൊലി ഞാൻ കളയുന്നില്ല. ഹോട്ടൽ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. ഇത് നെടുകെ കീറി അതിൻ്റെ ഞരമ്പൊക്കെ മാറ്റാം. എന്നിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കുത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ വറ്റൽമുളകും ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഞാനത് വിട്ടുപോയി. നിങ്ങൾ ചെയ്യുമ്പോൾ വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കൊത്തിയരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ സവാളയാണ് എടുത്തത്. നന്നായി മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി വഴണ്ടി വരുന്നത് വരെ നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ്, പഴുത്ത തക്കാളിയാണ് നല്ലത്. ഇതും ചെറുതായി അരിഞ്ഞിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇവയും ചേർത്ത് നന്നായി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കുറവുള്ളതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ്. അതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. ഒരു നുള്ള പഞ്ചസാര ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്. ഇനി നമുക്ക് ചെമ്മീനൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. തലയോടുകൂടി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ഇത് ചെമ്മീൻ മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വേവട്ടെ. ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പൊട്ടിപ്പോകരുത്. ചെമ്മീനൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. മസ്റ്റ് ട്രൈ ആണ്. കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കാം. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.